welcome to another class on BTech Mathematics. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ GMAT 301 ഫസ്റ്റ് മൊഡ്യൂളിലെ നമ്മൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. അതിൽ രണ്ടാമതായിട്ട് വരുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഡിസ്ട്രിബ്യൂഷനാണ് പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ. പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ്റെ PMF, P of X എന്താണ്, അതേപോലെ അതിൻ്റെ മീൻ വേരിയൻസ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒന്ന് രണ്ട് പ്രോബ്ലംസ്, അത്രയും കാര്യങ്ങളാണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ പഠിച്ചിരുന്നു. ഇപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ. ഈ ഒരു ഡിസ്ട്രിബ്യൂഷനാണ് ആദ്യത്തെ മൊഡ്യൂളിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ഡിസ്ട്രിബ്യൂഷൻസ്, ഒന്ന് ബൈനോമിയൽ ഒന്ന് പോയ്സോണുമാണ്. അപ്പോൾ പോയ്സോൺ ഡിസ്ട്രിബ്യൂഷനിൽ നമ്മൾ ബൈനോമിയലൊക്കെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ നമുക്കൊരു P of X ഉണ്ട്. നമുക്കറിയാം, ഇപ്പോൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ NCX P raised to X Q raised to N minus X എന്നായിരുന്നു. ഇവിടെ അത് വരുന്നത് E raised to minus lambda lambda raised to X by X factorial. ഇതാണ് ഇവിടുത്തെ P of X ആയിട്ട് വരുന്നത്. എക്സിന് നമുക്ക് വാല്യൂസ് കൊടുക്കാം. ഇവിടുത്തെ പാരാമീറ്റർ എന്ന് പറയുന്നത് ലാംഡയാണ്. നമുക്കറിയാം ബൈനോമിയലിൻ്റെ കേസിൽ പിയും ക്യൂവും ആയിരുന്നു പാരാമീറ്റേഴ്സ്, ഇവിടെ അത് ലാംഡയാണ്. അതേപോലെ ഇവിടെ നമുക്ക് ലാംഡയും എന്നും പിയും തമ്മിൽ റിലേറ്റ് ചെയ്ത് ലാംഡ ഈക്വൽ ടു NP എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം ക്വസ്റ്റ്യൻസിലെല്ലാം എന്നും പിയുമാണ് തന്നതെങ്കിൽ, പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമ്മൾ ഈ ഇക്വേഷൻ വെച്ചിട്ടാണ് ലാംഡ കണ്ടുപിടിക്കാറുള്ളത്. കൃത്യമായിട്ട് അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇനി ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ്റെ മീനും വേരിയൻസും. പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ്റെ മീന് അതേപോലെ തന്നെ വേരിയൻസ് രണ്ടും ഈക്വൽ ആണ്. മീനും വേരിയൻസും വരുന്നത് ലാംഡയാണ്. പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ്റെ മീൻ ആയാലും വേരിയൻസ് ആയാലും ലാംഡയാണ് മീനും വേരിയൻസും ആയിട്ട് വരുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ജനറലി നമ്മൾ ഓർത്ത് വെക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ്റെ P of X E raised to minus lambda lambda raised to X by X factorial, അതേപോലെ ലാംഡ ഈക്വൽ ടു NP, മീനും വേരിയൻസും ലാംഡയാണ് എന്നുള്ളത് ശ്രദ്ധിക്കുക. നമുക്ക് ഇതിന് ചോദിച്ചിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് അതാണ് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുള്ള ഇതാണ്, ഒരു പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ്റെ കേസിൽ അതിൻ്റെ വാല്യൂസ്, ദ പ്രോബബിലിറ്റി ഓഫ് എ പോയ്സോൺ ടേക്സ് ദ വാല്യൂ യെസ്. അവർ ക്വസ്റ്റ്യൻ ഇത്രയും കാര്യങ്ങൾ, ക്വസ്റ്റ്യൻ തന്ന കാര്യങ്ങളൊന്നും ഞാൻ പറയാം. The probability of a Poisson variable taking the value 3 and 4 are equal. അതായത് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 3, അതായത് എക്സ് 3യിൽ എടുക്കുന്ന പ്രോബബിലിറ്റി എന്തിന് ഈക്വൽ ആണ്? പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 4ന് ഈക്വൽ ആണ് എന്ന് അവർ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ദെൻ കാൽക്കുലേറ്റ് ദ പ്രോബബിലിറ്റി ഓഫ് ദ വേരിയബിൾ ടേക്കിംഗ് ദ വാല്യൂ 0 ആൻഡ് 1. അപ്പോൾ സീറോയുടെയും നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 0യും അതേപോലെ തന്നെ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 1ഉം ആണ്. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതായത് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 3 പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 4ന് ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 0യും പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 1ഉം കിട്ടണം. ഏത് ക്വസ്റ്റ്യൻ ചെയ്യണമെങ്കിലും നമുക്ക് എന്ത് വേണം? ലാംഡ വേണം. കാരണം നമ്മുടെ P of X തന്നെ എന്താണ്? നമ്മുടെ P of X വരുന്നത്, P of X ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു, E raised to minus lambda lambda raised to X by X factorial. ഇതാണ് നമ്മളുടെ P of X. അപ്പോൾ നമുക്ക് ലാംഡ കണ്ടുപിടിക്കാം. അതിനുവേണ്ടി അവർ തന്ന കണ്ടീഷൻ P of X ഈക്വൽ ടു 3, P of X ഈക്വൽ ടു 4ന് ഈക്വൽ ആണ്. P of X ഈക്വൽ ടു 3 എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സിന് എന്ത് കൊടുക്കുക? 3 കൊടുക്കുക. അപ്പോൾ എന്തായിട്ട് മാറും? ലാംഡ ക്യൂബ് ബൈ 3 ഫാക്ടോറിയൽ എന്ന് വരും, വിച്ച് ഈസ് ഈക്വൽ ടു E raised to minus lambda lambda raised to 4 by 4 ഫാക്ടോറിയൽ. ഇത് ഒരു ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇത് രണ്ടും ഈക്വൽ ആണെന്നുള്ളത്. രണ്ട് ഭാഗത്തു നിന്ന് E raised to minus lambda നമ്മൾ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ലാംഡ ക്യൂബ് ബൈ 3 ഫാക്ടോറിയൽ ഈക്വൽ ടു ലാംഡ raised to 4 by 4 ഫാക്ടോറിയൽ എന്ന് വരും, വിച്ച് ഇംപ്ലൈസ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ 4 ഫാക്ടോറിയലിനെ ഞാൻ ഇങ്ങോട്ട് എടുക്കുന്നു ബൈ 3 ഫാക്ടോറിയൽ ഈക്വൽ ടു ലാംഡ raised to 4 ബൈ ഈ ലാംഡ ക്യൂബിനെ ഞാൻ അടിയിലോട്ട് എടുക്കും. അപ്പോൾ പിന്നെന്താണ്? 4 ഫാക്ടോറിയൽ ബൈ 3 ഫാക്ടോറിയൽ. നമുക്കറിയാം 4 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1 ആണ്. ബൈ 3 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാലോ 3 ഇൻറ്റു 2 ഇൻറ്റു 1 ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 3 ലാംഡകൾ മുകളിൽ താഴ്ന്ന് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ലാംഡ ഉണ്ടാവും, വിച്ച് ഇംപ്ലൈസ് 3ഉം 2ഉം 1ഉം ക്യാൻസൽ ആയി പോയാൽ ലാംഡ ഈക്വൽ ടു 4 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ലാംഡ എന്ത് കിട്ടി? ലാംഡ 4 ആണെന്ന് കിട്ടി. ലാംഡ 4 ആണെങ്കിൽ നമുക്ക് ഇനി ആൻസർ ചെയ്യാം. നമുക്ക് കണ്ടുപിടിക്കുന്നത് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 0 അല്ലെ, വിച്ച് ഈസ് ഈക്വൽ ടു E raised to minus 4 raised to 0 divided by 0 factorial. നമ്മൾ ഇക്വേഷനിൽ കൊടുത്താൽ മതി E raised to minus 4 raised to 0 by 0 factorial. 4 raised to 0 1 ആണ്, 0 factorial 1 ആണ്, E raised to minus 4 എന്ന ആൻസർ കിട്ടും. ഇനി അടുത്തത് ക്വസ്റ്റ്യനിൽ ഏതായിരുന്നു പറഞ്ഞത്? വാട്ട് ഈസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 1, വിച്ച് ഈസ് ഈക്വൽ ടു E raised to minus 4 raised to 1 divided by 1 factorial എന്ന് വരും, which is equal to 4 e raised to minus 4. ഈ രീതിയിൽ നമുക്ക് ലാംഡ കണ്ടുപിടിച്ചിട്ട് ക്വസ്റ്റ്യൻ്റെ ഒരു കണ്ടീഷൻ ആയിരിക്കും പറയാം,
അത് വെച്ചിട്ട് നമ്മൾ ലാംഡ കണ്ടുപിടിച്ച് നമുക്ക് പല ഇനി ഏതും കാണാം. പ്രോബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 5ഉം 6ഉം 7ഉം ഒക്കെ നമുക്ക് ലാംഡ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിനൊക്കെ ചോദിച്ചിട്ടുണ്ട്. അടുത്ത കുറച്ചും കൂടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന അഡ്വാൻസ്ഡ് ആയിട്ട് ഇതേ ഏരിയയിൽ തന്നെ ചോദിച്ചിട്ടുള്ള 1-2 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ ഇതായിരുന്നു, നിങ്ങളുടെ 2025 യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനും കൂടിയാണ്, അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2025 ആ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ നോക്കിയാൽ അതിൽ 10th B ക്വസ്റ്റ്യൻ ആയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ക്വസ്റ്റ്യൻ പറയുന്നത് എങ്ങനെയാണ്, ഇറ്റ് ഈസ് നോൺ ദാറ്റ് 2% ഓഫ് ദ ബോൾട്ട് പ്രൊഡ്യൂസ്ഡ് ബൈ എ കമ്പനി ആർ ഡിഫക്റ്റീവ്. ഒരു കമ്പനി ഉണ്ടാക്കുന്ന കേസിൽ 2% ഡിഫക്റ്റീവ് ആണ്. ഞാൻ ക്വസ്റ്റ്യൻ വളരെ ഷോർട്ടായിട്ട് ഇവിടെ എഴുതുന്നുണ്ട്, നിങ്ങൾ ആ ക്വസ്റ്റ്യൻ ഒന്ന് എടുത്ത് നോക്കുക. 2% ഡിഫക്റ്റീവ് ആണ്. അത്തരത്തിലുള്ള 200 ബോൾട്ട് ഉണ്ട്. 200 ബോൾട്ട്സ്, അതായത് ഒരു കമ്പനി ഉണ്ടാക്കുന്നതിൽ 2% ഡിഫക്റ്റീവ് ആണ്. ആ ഒരു ബോക്സിൽ ദ ബോൾട്ട്സ് ആർ സപ്ലൈഡ് ഇൻ ബോക്സസ് ഓഫ് 200 ബോൾട്ട്, 200 എണ്ണമുള്ള ബോക്സ് ആയിട്ടാണ് നമ്മളത് സപ്ലൈ ചെയ്യുന്നത്. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ദ ബോക്സ് കണ്ടെയ്ൻ നോ മോർ ദാൻ 5 ഡിഫക്റ്റീവ്? കണ്ടുപിടിക്കേണ്ടത് പ്രോബബിലിറ്റി ഓഫ് നോ മോർ ദാൻ 5 ഡിഫക്റ്റീവ്. 5 ഡിഫക്റ്റീവ് ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. പ്രോബബിലിറ്റി ഓഫ് നോ മോർ ദാൻ 5 ഡിഫക്റ്റീവ് ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ 5 ഡിഫക്റ്റീവ്. ഓക്കെ, ദെൻ ഇനി ആ ക്വസ്റ്റ്യൻ്റെ കൂടെ തന്നെ അവർ മറ്റൊരു ക്വസ്റ്റ്യനും തന്നിട്ടുണ്ട്. പിന്നെ കൺസൈൻമെന്റ് ഓഫ് 1000 സച്ച് ബോക്സസ്, അങ്ങനത്തെയുള്ള 1000 ബോക്സസിന്റെ കേസിൽ how many can be expected to have more than 5 defective? 1000 കേസിൽ what is the probability of more than 5 defective? more than 5 defective. അപ്പോൾ ഒരു കമ്പനി ഉണ്ടാക്കുന്ന ബോൾട്സിന്റെ കേസിൽ 2% ഡിഫക്റ്റീവ് ആണ്. അവരത് ബോക്സിലായിട്ട് 200 ബോൾട്ടുള്ള ഓരോ ബോക്സ് ആയിട്ടാണ് സപ്ലൈ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മളൊന്ന് വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ദാറ്റ് എ റാൻഡംലി ചോസൺ ബോക്സ് കണ്ടെയ്ൻസ് നോ മോർ ദാൻ 5 ഡിഫക്റ്റീവ്? അതേപോലെ അങ്ങനെയുള്ള 1000 കൺസൈൻമെന്റ്സിന്റെ കേസ് വെച്ച് ബോക്സസ് നമ്മൾ എടുത്താൽ എത്രയാണ് പ്രോബിലിറ്റി എന്നുള്ളൊരു ക്വസ്റ്റ്യൻ. അപ്പോൾ അതിന് ആൻസർ ചെയ്യാൻ വേണ്ടി നമുക്ക് യെസ്, നിങ്ങൾ ഒരു റിസൾട്ട് ഇവിടെ നമുക്ക് ഫസ്റ്റ് മൊഡ്യൂൾ എന്നുള്ള ക്വസ്റ്റ്യൻസിൽ പോയിസോൺ ആണോ ബൈനോമിയൽ ആണോ എന്നുള്ള ഡൗട്ട് വന്നാൽ ക്വസ്റ്റ്യനിൽ എടുത്ത് പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ എന്നെ നോക്കുക. n ഗ്രേറ്റർ ദാൻ 30 ആണെങ്കിൽ നമ്മൾ പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ ആണ് യൂസ് ചെയ്യുക. n ലെസ് ദാൻ ഓർ ഈക്വൽ ടു 30 ആണെങ്കിൽ നമുക്ക് ബൈനോമിയൽ കൊടുക്കാം. ഓക്കെ, ആ റിസൾട്ട് ഒന്ന് ഓർത്ത് വെക്കുക എന്നിൻ്റെ കേസിൽ. അല്ലെങ്കിൽ നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ കൃത്യമായിട്ട് പറയും ഏത് ഡിസ്ട്രിബ്യൂഷനാണ് നമ്മൾ കൊടുക്കേണ്ടതെന്നുള്ളത്, ബൈനോമിയൽ ആണോ പോയിസോൺ ആണോ എന്നുള്ളത് കൃത്യമായിട്ട് പറയും. പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ നോക്കുക. ഇവിടെ n ആയിട്ട് അവർ തന്നിട്ടുള്ളത് 200 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. n 200 ആയിട്ടാണ് തന്നിട്ടുള്ളത്. ഇനി സോ നമുക്ക് ലാംഡ കണ്ടുപിടിക്കാൻ ഇവിടെ വേറെ പ്രത്യേകിച്ച് മെത്തേഡൊന്നുമില്ല. ഇത് പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ ആണ്. പോയിസോൺ ഡിസ്ട്രിബ്യൂഷന്റെ പി ഓഫ് എക്സ് നമുക്കറിയാം. പോയിസോൺ ഡിസ്ട്രിബ്യൂഷന്റെ പി ഓഫ് എക്സ് എന്ന് പറയുന്നത് e റൈസ് ടു മൈനസ് ലാംഡ റൈസ് ടു എക്സ് ബൈ എക്സ് ഫാക്ടോറിയൽ ആണ്. അപ്പോൾ നമുക്ക് ലാംഡ കണ്ടുപിടിക്കണം. അതിന് എന്നും അതേപോലെ ഇവിടെ 2% ഡിഫക്റ്റീവ് എന്നാണ് കണ്ടുപിടിക്കേണ്ട. പ്രോബബിലിറ്റീസ് ഡിഫക്റ്റീവിന്റെ കേസാണ്. അപ്പോൾ ഈ തന്നിരിക്കുന്നത് നമുക്ക് പി ആയിട്ട് എടുക്കാം. പ്രോബിലിറ്റി ഓഫ് സക്സസ് 2% എന്ന് പറഞ്ഞാൽ 2/100 എന്ന് വരും, വിച്ച് ഈസ് ഈക്വൽ ടു 0.02. അപ്പോൾ എന്നും പി ഉണ്ടെങ്കിൽ നമുക്കറിയാം ലാംഡ കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്, ലാംഡ ഈക്വൽ ടു NP, അതായത് 200 ഇൻറ്റു 0.02 വിച്ച് ഈസ് ഈക്വൽ ടു 4. അപ്പോൾ ലാംഡ നമുക്ക് എന്ത് വരും, ലാംഡ 4 ആയിട്ട് വരും. ഇനി നമുക്ക് നമ്മളുടെ ക്വസ്റ്റ്യൻ, നമ്മുടെ തൽക്കാലം നമുക്ക് പി ഓഫ് എക്സ് ഒന്ന് എഴുതി വെക്കാം. അപ്പോൾ നമ്മുടെ പി ഓഫ് എക്സ് എന്തായിട്ട് മാറും, പി ഓഫ് എക്സ് ഈക്വൽ ടു e റൈസ് ടു മൈനസ് 4 റൈസ് ടു എക്സ് ബൈ എക്സ് ഫാക്ടോറിയൽ. എക്സിൻ്റെ വാല്യൂസ് നമുക്ക് 0, 1, 2, 3 ഒക്കെ കൊടുക്കാം. അപ്പോൾ ഇതിൽ ഒന്നാമതായിട്ട് പറഞ്ഞത് നോ മോർ ദാൻ 5 ഡിഫക്റ്റീവ് എന്ന്, അതായത് പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആണ് കണ്ടുപിടിക്കേണ്ടത്. പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5, അതിൽ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 0 ഉണ്ടാവും. ഇതിലാരൊക്കെ ഉണ്ടാവും, പ്രോബബിലിറ്റി ഓഫ് 0 പ്ലസ് പ്രോബബിലിറ്റി ഓഫ് 1 പ്ലസ് എക്സെട്ര പ്ലസ് പ്രോബബിലിറ്റി ഓഫ് 5 വരെ ഉണ്ടാവും. നിങ്ങൾ ചെയ്ത് നോക്കുക, ആൻസർ 0.785 എന്ന് വരും. ജസ്റ്റ് ഇതിൽ എക്സിന് ആദ്യം 0 ഇട്ട് കൊടുക്കുക, 1 ഇട്ട് കൊടുക്കുക, 2 ഇട്ട് കൊടുക്കുക, 3, 4, 5 വരെ ഇട്ട് കൊടുത്താൽ ആൻസർ കിട്ടും. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എടുക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം. രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ അവർ പറഞ്ഞത് ക്യാപിറ്റൽ N നമുക്ക് 1000 ആയിട്ട് എടുക്കാം. അങ്ങനെയുള്ള 1000 കേസസിൽ എന്താണ് പ്രോബബിലിറ്റി ഓഫ് മോർ ദാൻ 5 ഡിഫക്റ്റീവ്
പ്രോബബിലിറ്റി ഓഫ് മോർ ദാൻ 5 ഡിഫക്റ്റീവ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു അവിടെ ചോദിച്ചിട്ടുള്ളത്. ഹൗ മെനി, പ്രോബബിലിറ്റി മാത്രമല്ല, ഹൗ മെനി ക്യാൻ ബി എക്സ്പെക്റ്റഡ് ടു ഹാവ് മോർ ദാൻ 5 ഡിഫക്റ്റീവ്. പ്രോബബിലിറ്റി കണ്ടുപിടിച്ചിട്ട് നമ്മൾ അതിനെ എണ്ണം കൊണ്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്യും കൂടി ചെയ്യും. നമുക്ക് ആ പ്രോബബിലിറ്റി ഒന്ന് കണ്ടുപിടിക്കാം. അതായത് മോർ ദാൻ 5 ഡിഫക്റ്റീവ് എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 5 ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു, ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, എക്സ് ഗ്രേറ്റർ ദാൻ 5 എന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിൽ 200 എണ്ണം ഉണ്ട്. അപ്പോൾ അത്രയും നമുക്ക് എഴുതൽ ബുദ്ധിമുട്ടാണ്. ഇതിന് നമുക്ക് പ്രോബബിലിറ്റിയുടെ റിസൾട്ട് അനുസരിച്ച് 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 നിങ്ങൾക്ക് എ പാർട്ടുമായിട്ട് കണക്ട് ചെയ്യാം. വിച്ച് ഈസ് ഈക്വൽ ടു 1 മൈനസ് 0.785 എന്ന് വരും, 0.215. ഇതാണ് പ്രോബബിലിറ്റി. പക്ഷെ നമ്മളോട് നമ്പർ ആണ് ചോദിച്ചത്. സോ ദ റിക്വയർഡ് നമ്പർ ഈക്വൽ ടു 1000 into 0.215 which is equal to 215. അപ്പോൾ 215 എന്നുള്ള ആൻസർ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് എക്സാമിന് കൂടുതലായിട്ട് ചോദിച്ച് കണ്ടിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്കിതാ ഇതൊരു ഡയറക്റ്റ് പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ്റെ ക്വസ്റ്റ്യൻ അല്ല. ഇതിൽ അവർ ബൈനോമിയലിൻ്റെ കുറച്ച് പോയിന്റ്സും തന്നിട്ടുണ്ട്. 2% ഡിഫക്റ്റീവ് ആണ്, 200 വോൾട്ടുകളുണ്ട് എന്നുള്ളൊരു കാര്യം, 200 ബോക്സുകളുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനത്തെ കേസിൽ നമ്മൾ N 200 എന്നുള്ളത് 30ൽ കൂടുതൽ പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ ആണ് ഉപയോഗിക്കുന്നത്. പക്ഷേ ലാംഡ കണ്ടുപിടിക്കാൻ നമുക്കിവിടെ N ഉം P യും തന്നതുകൊണ്ട് നമ്മൾ ആ ഒരു ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടാണ് ആൻസർ ചെയ്യുന്നത് എന്നുള്ളത് കൃത്യമായിട്ടൊന്ന് ശ്രദ്ധിക്കുക. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും സാധാരണ എക്സാമിന് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻസ്. ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇനിയിപ്പോൾ ഇതേപോലെ ഇവിടെ ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, അത്യാവശ്യം ലെങ്ത് ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ് അത്. ഈ രീതിയിൽ തന്നെ N തന്നിട്ടുണ്ടാവും. നമ്മൾ P തന്നാൽ നമ്മൾ എന്ത് ചെയ്യുക, അത് പ്രോബബിലിറ്റി ഓഫ് സക്സസ് ആയിട്ട് എടുക്കുക. ദെൻ അതിനനുസരിച്ച് കൃത്യമായിട്ട് ആൻസർ ചെയ്യാം. ഇതിലും നമുക്ക് പല രീതിയിലുള്ള ക്വസ്റ്റ്യൻസും ചോദിക്കാം. ഇൻ ബിറ്റ്വീൻ ടു വാല്യൂസ് ഒക്കെ നമ്മൾ എക്സും വൈ ഒക്കെ കണ്ടുപിടിച്ചാൽ പല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ K കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും സാധാരണ രീതിയിൽ കാണാറില്ല. ഈ രീതിയിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ആണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമുക്കിവിടെ പ്രധാനമായിട്ടുള്ളത് പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ. നമ്മൾ ആദ്യം ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനെ കുറിച്ച് പറഞ്ഞിരുന്നു. ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്തത് പോയിസോൺ ഡിസ്ട്രിബ്യൂഷനെ കുറിച്ചാണ്. P of x ഈക്വൽ ടു e റൈസ് ടു മൈനസ് ലാംഡ റൈസ് ടു എക്സ് ബൈ എക്സ് ഫാക്ടോറിയൽ. ഇതേ സമയത്ത് തന്നെ നിങ്ങൾ ഓർത്ത് വെക്കുക, നമ്മളുടെ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ P of x മറന്നുപോയത് NCX P റൈസ് ടു എക്സ് Q റൈസ് ടു n മൈനസ് എക്സ്. മീൻ NP ആയിരുന്നു, വേരിയൻസ് NPQ ആയിരുന്നു. ഇവിടെ ലാംഡ ഈക്വൽ ടു NP ഇക്വേഷൻ, മീനും വേരിയൻസും ലാംഡയാണ്. അതിൻ്റെ പ്രൂഫ് ഉണ്ട്, അത് നിങ്ങൾ പഠിക്കണം, എക്സാമിന് ചോദിക്കാറുണ്ട്. നമ്മൾ ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചെയ്തത് അവർ തന്നിട്ടുള്ളത് ഇതായിരുന്നു, ഈ രണ്ട് പ്രോബബിലിറ്റീസ് ഈക്വൽ ആണ്, വേറെ ഏതെങ്കിലുമൊക്കെ നിങ്ങളോട് ചോദിക്കാം. അപ്പോൾ നമ്മൾ രണ്ടും ഇക്വേറ്റ് ചെയ്തിട്ട് ലാംഡ കണ്ടുപിടിച്ചു, എന്നിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആൻസർ കിട്ടി. ദെൻ 2020 വെച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു, 2% ഡിഫക്റ്റീവ് ആണെങ്കിൽ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾ ഇടയ്ക്ക് ശ്രദ്ധിക്കുക, N ഗ്രേറ്റർ ദാൻ 30 ആണെങ്കിൽ പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ ഉപയോഗിക്കുക, N ലെസ് ദാൻ ഓർ ഈക്വൽ ടു 30 ആണെങ്കിൽ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ യൂസ് ചെയ്യുക. അതിനെന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ട്രയൽസ് ആണ് ഉദ്ദേശിക്കുന്നത്. സോ ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ Pയും Nഉം വെച്ചിട്ട് ലാംഡ കണ്ടുപിടിച്ചു. എന്നിട്ട് ക്വസ്റ്റ്യനിൽ അവർ പറയുന്നത് ആദ്യം പ്രോബബിലിറ്റി കണ്ടുപിടിക്കാനാണ്, നോട്ട് മോർ ദാൻ 5 ഡിഫക്റ്റീവ്, പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5. രണ്ടാമത്തെ കേസിൽ 1000 ബോക്സസ് ഉണ്ടെങ്കിൽ എണ്ണം എത്ര എന്നുള്ള ചോദ്യമാണ്. അപ്പോൾ ആദ്യം നമ്മൾ പ്രോബബിലിറ്റി കണ്ടുപിടിക്കുന്നു. പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 5 ആണ്. അതിന് നമുക്ക് ഡയറക്റ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം 5 ഗ്രേറ്റർ ദാൻ 5 എന്ന് പറയുമ്പോൾ 6, 7, 8, 200 വരെ ഉണ്ടാവും. നമ്മൾ അതിന് 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5. പ്രോബബിലിറ്റിയുടെ റിസൾട്ടാണ്, ടോട്ടൽ പ്രോബബിലിറ്റി എപ്പോഴും 1 ആയിരിക്കുമല്ലോ. സോ നമുക്കത് 0.215 കിട്ടി, റിക്വയർഡ് നമ്പർ കിട്ടാൻ നമ്മൾ അതിനെ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്ത് 215 എന്നുള്ള ആൻസറിലോട്ട് എത്തും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മളുടെ ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ വരുന്നത്. ജനറലായിട്ട് PMF എന്താണ്, പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്താണ്, അതിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ രണ്ട് ഡിസ്ട്രിബ്യൂഷൻസ്, ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനും പോയിസോൺ ഡിസ്ട്രിബ്യൂഷനും. അപ്പോൾ ഇതുവരെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ മറന്നു പോകരുത്. കൃത്യമായിട്ട് നമ്മൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഒന്ന് റിലേറ്റ് ചെയ്ത് തന്നെ പഠിക്കാനായിട്ട് നോക്കുക. NCX P റൈസ് ടു എക്സ് Q റൈസ് ടു n മൈനസ് എക്സ്. പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ e റൈസ് ടു മൈനസ് ലാംഡ റൈസ് ടു എക്സ് ബൈ e റൈസ് ടു മൈനസ് ലാംഡ റൈസ് ടു എക്സ് ബൈ എക്സ് ഫാക്ടോറിയൽ. ഇവിടെ NP, ഇവിടെ ലാംഡ മീന്, ഇവിടെ NPQ വേരിയൻസ്, എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എന്ന് എഴുതിയാൽ മതി, അതാണല്ലോ മീന്, വേരിയൻസ് NPQ, ഇവിടെ ലാംഡ തന്നെ. പിന്നെ നമ്മൾ സാധാരണ യൂസ് ചെയ്ത് n ലെസ് ദാൻ ഓർ ഈക്വൽ ടു 30 ആണെങ്കിൽ ഇതും, n ഗ്രേറ്റർ ദാൻ 30 ആണെങ്കിൽ ഇതും. അപ്പോൾ ഈ കാര്യങ്ങൾ കൃത്യമായിട്ടൊന്ന് ശ്രദ്ധിക്കാം. രണ്ടിൻ്റെയും വളരെ പ്രധാനപ്പെട്ട കുറച്ച് പ്രോപ്പർട്ടീസാണ്, മറന്നു പോയത്, മീന്, വേരിയൻസ്, അതേപോലെ വാല്യൂസ് ഒക്കെ വെച്ചിട്ട്.
എന്നിൻ്റെ വാല്യൂസും ഓരോന്നിൻ്റെ ഇക്വേഷൻസും കാര്യങ്ങളും കൃത്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കുക. കൂടുതൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്. കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് മെറ്റീരിയൽ അവൈലബിൾ ആണ്, ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് റൈസ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.